എല്ലാവർക്കും മെൽ&mel കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച്, അതായത് 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കോക്കനട്ട് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ് മാംഗോ പുഡിംഗ്. അതിൻ്റെ റെസിപ്പി ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗളിൽ അല്പം കോൺഫ്ലോറും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അടുത്തതായി പുഡിംഗ് തയ്യാറാക്കുന്നതിനുള്ള പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് തിളച്ചു വരണം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കൈ വിടാതെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കോൺഫ്ലോർ കുറച്ച് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോൺഫ്ലോർ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു അല്പം ചൂടാറിയതിനു ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് ചൂടാറാൻ നിൽക്കരുത്, അപ്പോഴത്തേക്കും അത് സെറ്റായി പോകും. പിന്നെ നമ്മുടെ പുഡിങ് പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടി ഒഴിക്കുന്നതിന് മുമ്പ് അതിൽ അല്പം എണ്ണ തടവി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചു കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ വിട്ടു പോരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാൻ വേറൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. കണ്ടത് ഇതുപോലെ. ഇനി നമുക്ക് ബൗളിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി സാവധാനത്തിൽ ആ ബൗൾ പൊക്കിയെടുക്കുക. കണ്ടോ ഇതുപോലെ. വാവ്, സൂപ്പർ! നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒത്തിരി സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ പാത്രം എടുത്ത് കാണിക്കാം. കണ്ടോ, അത് ഷെയ്ക്ക് ആവുന്ന കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ ബൗളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് നമുക്ക് എടുത്ത് കൊടുത്താൽ മതി. ഞാൻ ഇനി ഇതൊന്ന് ടച്ച് ചെയ്ത് കാണിക്കാം. കണ്ടോ, ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഞാൻ ഒരു സ്പൂൺ വെച്ച് അല്പം എടുത്ത് നോക്കാം. കണ്ടോ, അടിപൊളിയാണ്. കണ്ടോ, കാണുന്നില്ലേ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുത്ത പുഡിംഗ് ആണിത്. നമ്മളിപ്പോൾ തയ്യാറാക്കിയ കോക്കനട്ട് പുഡിംഗ് പോലെ തന്നെ മാംഗോ പുഡിങ്ങും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലിന് പകരം മാമ്പഴം ജ്യൂസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ ഞാൻ മാംഗോ പുഡിംഗ് കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാമ്പഴം മിക്സിയിലിട്ടടിച്ച് ജ്യൂസാക്കി എടുക്കുക. അതിനുശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് അല്പം ചൂടാറിയതിന് ശേഷം നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെ.
അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു സൂപ്പർ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.